This is Kashmir last village. Ah, So आगे जाएगा तो लेह लद्दाख. No, 35 kilometer. 35 kilometer. 350 kilometers. 350 കിലോമീറ്റർ 350 കഴിഞ്ഞാൽ ലഡാക്കാണ്. kilometers. ലഡാക്ക് ബോർഡർ. Yeah. പ്ലേസ് Sarbal. സർബഗ്. ശ്രീനഗർ ടു സോണമാർഗ് എറൗണ്ട് 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തു കേട്ടോ. ഏകദേശം 79.5 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിൽ നിന്ന് സോണമാർഗിലേക്ക്. സോണമാർഗിൽ വന്ന് ആസിഫിന് ഞാൻ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് മുകളിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. റൈഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയത് സോണമാർഗിലായിരുന്നു. കാരണം നമ്മൾ ഈ ATB റൈഡിലൊക്കെ ഓവർ എക്സ്പെൻസ് ആണ് വന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും ആസിഫിന് ഭയങ്കരമായിട്ട് ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് മൂപ്പര് അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ലോക്കൽ ഒരു വണ്ടി എടുത്തു കേട്ടോ. ആദ്യം 3000 രൂപ പറഞ്ഞു, പിന്നെ അത് 1500 കൺവേർട്ട് ആക്കിയിട്ട് ഇവിടെ ഒരു ഓൾഡ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ റെസ്ട്രിക്ഷൻസും ഉണ്ട്. അമിതമായിട്ടുള്ള ഓവറായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പം നമ്മളെ ഡ്രൈവർ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ട് അവരെ വണ്ടിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. 1.5 മണിക്കൂർ നേരത്തേക്ക് 1500 രൂപയാണ്. അപ്പോൾ ഓൾഡ് വില്ലേജ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ താഴെ സിന്ധു നദി റിവറാണ് ഒഴുകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ. നിറയെ ഇങ്ങനെ മലയുടെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഓവർ തണുപ്പില്ല. ഇപ്പോൾ ഒരു 18 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തതുകൊണ്ട് താഴത്തെ റിവറിൽ ചെറുതായിട്ട് വെള്ളമുണ്ട് കേട്ടോ. വെള്ളത്തിലൊക്കെ ഇങ്ങനെ തൊട്ടുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്, ഐസ് പോലെ ഇരിക്കുവാണ്. പക്ഷെ എന്നാലോ ഭയങ്കര തണുത്ത് വിറയ്ക്കുന്നില്ല. ചെറിയ രീതിയിൽ തണുപ്പുമുണ്ട്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് വെയിലും ഉണ്ട്. ഇങ്ങോട്ട് ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ, കുറേ ഫോട്ടോസും എടുക്കാനൊക്കെ ആയിട്ട്. സിപ്പ് ലൈനൊക്കെ ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിത് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. വളരെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്, നല്ല നീളത്തിലുള്ളൊരു ബ്രിഡ്ജ്. അതിന് താഴെയാണ് ഈ സിന്ധു നദി റിവർ ഒഴുകുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. മഴക്കാലത്തൊക്കെ ഇതിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മളങ്ങനെ സോണമാർഗിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് റൈഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ വീണ്ടും ക്യാഷ് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു ഓൾഡ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇവിടുന്ന് നേരെ 360 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലഡാക്കിലെത്താം. പക്ഷെ എന്തായാലും ഇപ്പോൾ ലഡാക്കിലേക്ക് പ്ലാനിങ് ഇല്ല, നെക്സ്റ്റ് ടൈം നോക്കാം അല്ലേ. അങ്ങനത്തെ വീണ്ടും നമ്മൾ സോണമാർഗിൻ്റെ എൻട്രൻസിലെത്തിയിട്ടോ. ഓൾഡ് വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നമ്മളിത് സോണമാർഗിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഞാൻ ആസിഫിനെ റൈഡുകളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. എന്നെ പുള്ളി കുറേ വിളിച്ചു. പക്ഷേ ഞാൻ വെറുതെ ഇനിയിപ്പോൾ ക്യാഷ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഈ ഓൾഡ് വില്ലേജും നമ്മൾ പോകാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോൾ സോണമാർഗിൻ്റെ ഒരു സിറ്റുവേഷൻ. സ്നോ ഒന്നും ഇല്ല കേട്ടോ, സ്നോഫോൾസ് ഒട്ടും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയ ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് ചേഞ്ചസ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കരുതി സ്നോ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ സ്നോ കിട്ടിയില്ല. എന്തായാലും കാശ്മീരിൽ 2 തവണ വന്നിട്ട് നമുക്ക് സ്നോഫോൾ കിട്ടിയില്ല. ഭയങ്കര ബാഡ് ലക്കായിരുന്നു. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് സ്നോ കിട്ടും എന്നൊക്കെ നോക്കാം. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്, റോഡൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ടോ. പക്ഷെ അത്യാവശ്യം നല്ല മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ അത്ര തണുപ്പില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സോണമാർഗിലേക്കൊക്കെ വന്നപ്പോൾ ഇങ്ങനെ തണുത്ത് വിറയ്ക്കുമായിരുന്നു. എന്നിട്ടും നമുക്ക് സ്നോ കിട്ടിയില്ല വിൻ്ററിൽ. ഇപ്പോൾ സ്പ്രിംഗ് വെക്കേഷനാണ്, സ്പ്രിംഗ് ടൈം, അതായത് സമ്മർ വെക്കേഷനിലേക്ക് പോകുന്ന ഒരു ടൈമാണ് സ്പ്രിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ RTB വണ്ടികളിങ്ങനെ കുതിച്ച് ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഇവരാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പണി തന്നത്. 4000 രൂപ 2 പേർക്ക്. അത് ഭയങ്കര ഒരു എക്സ്പെൻസീവായി. നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ 1000 രൂപ, 1500 രൂപ, 800 രൂപ വരെ റേറ്റ് കൊടുത്ത് എടുക്കുന്നവരുണ്ട് അൺലിമിറ്റഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൺലിമിറ്റഡ് 4000 എടുത്തത്. അത് ഭയങ്കര ഒരു എക്സ്പെൻസീവായി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെൻസ് വന്നത് ഈ സോണമാർഗിലാണ്. ഒരുപാട് ക്യാഷ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. റൈഡുകൾ എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇവർ പറയുന്ന റേറ്റ് കൊടുക്കരുത്. ഇവന്മാർ 1500 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 750 രൂപ 700 രൂപയ്ക്ക് കൊടുത്ത് ഒപ്പിച്ചേക്കണം. നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയുമെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ബാർഗെയിൻ ചെയ്തിട്ട് ഈ റൈഡും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമുക്ക് റൈഡ് എടുത്തില്ലെങ്കിലും മുകളിലോട്ട് ഇങ്ങനെ നടന്നു പോവാം. പക്ഷെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫാമിലി കപ്പിൾസൊക്കെ ആയി വരുന്ന ആളുകൾക്കും കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് മുകളിലോട്ട് നടന്ന് കയറുക എന്നുള്ളത്. പിന്നെ സോണമാർഗിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റൈഡും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാട്ടോ. ഈ ഒരു RTB റൈഡൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്.
അപ്പോൾ ഇവിടുന്ന് ഒരു നൂഡിൽസൊക്കെ കഴിച്ചു. ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനിനി ആസിഫ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മൂപ്പര് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 6:30 മണിക്കാണ് തിരിച്ചെത്തിയത്. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ ഈ ഒരു ഓൾഡ് വില്ലേജും അവിടുത്തെ ആ സിന്ധു നദി റിവറും പിന്നെ ഇവിടെ ഇങ്ങനെ ഈ റൈഡുകളൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ ഈ ഒരു RTV അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്ന സംഭവങ്ങളും ഇതൊക്കെ ഇങ്ങനെ കണ്ടു. താഴത്ത് തന്നെ മെയിനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്ത്. ഞാൻ പിന്നെ മുകളിലോട്ട് കയറി പോയില്ല. നമ്മൾ വന്നു പോയിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ലല്ലോ, ഒരു 40-45 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ വെറുതെ ഇനി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റൈഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തു. ഇത്തവണ മാക്സിമം ചിലവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ അബദ്ധങ്ങളൊന്നും ഇത്തവണ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. I am professional photographer. देखो अब बैठो आप यहाँ पे, मैं फोटो उठाएगा आप. വൈകുന്നേരം പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ ചേഞ്ചസ് ആയപ്പോൾ ഞാൻ കരുതി എന്തായാലും സ്നോഫോൾ കിട്ടും കേട്ടോ. അങ്ങനെ സ്നോഫോൾ കിട്ടിയില്ല, ബാഡ് ലക്കാണ്. 2 തവണ കാശ്മീരിൽ വന്നിട്ട്, അതും വിൻ്ററിൽ വന്നിട്ട് സ്നോഫോൾ കിട്ടാണ്ട് മടങ്ങി പോവുകയാണ് കേട്ടോ. ഭയങ്കര സങ്കടമുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എന്തായാലും സ്നോഫോൾ കിട്ടിയിരിക്കും. അങ്ങനെ സോണമാർഗിൽ നമ്മൾ വീണ്ടും 2.25 മണിക്കൂർ 79 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമ്മളൊരു 8 മണി 8:30 മണിക്കാണ് നമ്മൾ കോട്ടേജിലെത്തിയത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കാശ്മീർ ലാസ്റ്റ് ഡേ ആണ്. ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. 4:30ക്കാണ് ഫ്ലൈറ്റ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ റൂമും ഡ്രൈവറും വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ കാലിക്കറ്റ് തൊണ്ടയാട് ബൈപ്പാസിലുള്ള ലാസ്വീസ് ഹോളിഡേയ്സ് ആണ് കേട്ടോ. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാശ്മീരിലേക്ക് നിങ്ങൾ ലക്ഷറി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്വീസ് ഹോളിഡേയ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം സ്റ്റേ ആണ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. മൂപ്പർക്ക് ബാർബർ ഷോപ്പിൽ കയറണം, എനിക്ക് ലഞ്ചും കഴിക്കണം. നമ്മൾ നേരെ ചൂസ് ചെയ്തത് കയാം ചൗക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത്തവണ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തത് കയാം ചൗക്കാണ് കേട്ടോ. കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. പിന്നെ ഇവിടെ ഒരു കേരള ഹോട്ടലുണ്ട് മലയാളീസിൻ്റെ. പക്ഷേ അവിടുന്ന് നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് എനിക്കൊരു വർത്തായിട്ട് തോന്നിയില്ല. മാത്രമല്ല ഒരു അൺക്ലീനിങ് ആയിട്ടുള്ള പല സംഭവങ്ങളും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തോടു കൂടിയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. കയാം ചൗക്കാകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. കബാബൊക്കെ 150 രൂപയുള്ളൂ. 100 രൂപയ്ക്ക് ക്വാർട്ടർ ബിരിയാണി മേടിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ലപോലെ കഴിക്കാം കേട്ടോ. അതും അത്യാവശ്യം നീറ്റാണ്. നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 തവണ റിപ്പീറ്റ് വന്ന് കഴിച്ചിട്ട് നമുക്ക് വയറിനൊന്നും കാര്യമായിട്ടൊരു പണിയൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു 6-7 ദിവസം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴത്തേക്കും നാട്ടിലെ ഫുഡ് കഴിച്ചിങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും വയറിനൊക്കെ ചെറിയ അസ്വസ്ഥത എന്തായാലും ഉണ്ടാവും. ചില ആളുകൾക്ക് ചിലപ്പം ഫുഡും കാര്യങ്ങളൊക്കെ പിടിച്ചൊന്നും വരില്ല. എനിക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ കയാം ചൗക്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുകയാണ് കേട്ടോ. ഇവിടുന്ന് ബിരിയാണി കഴിക്കണം. ഇവിടുത്തെ മുറാദാബാദി ബിരിയാണി എൻ്റെ ഫേമസ് ആയിട്ടുണ്ട്. ഇതേവിടെ ഹൈദരാബാദി ചിക്കൻ സ്പൈസി ബിരിയാണി പ്രിപ്പറേഷൻ ചെയ്യുകയാണ് ബിസ്മില്ല കഫേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഒരുപാട് തവണ ബിരിയാണി കഴിച്ചതാണ്. ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അതിൻ്റെ മേക്കിംഗ് ആണ്. നല്ല സ്പൈസി ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു ക്വാർട്ടർ പോർഷന് 100 രൂപയുള്ളൂ കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. പിന്നെ ഇതാ ഇവിടുത്തെ കബാബ് അടിപൊളിയാണ്. മുനീർ കഫ്തീരിയ. ഇവിടുത്തെ കബാബ് 150 രൂപയുള്ളൂ. ചിക്കന്, മട്ടൻ ആണെങ്കിൽ 200 രൂപ എങ്ങാണ്ടാണ്. പക്ഷേ ചിക്കൻ കബാബ് ട്രൈ ചെയ്തോളൂ, അടിപൊളിയാണ്. ഇവിടെ ബിരിയാണി അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കിട്ടും കേട്ടോ, നമ്മുടെ കാശ്മീരിലെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള നമ്മുടെ വസുവാനൊക്കെ ഈ സ്ട്രീറ്റുകളിൽ അവൈലബിൾ ആണ്. ചിക്കനും മട്ടനൊക്കെ മസാല പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. Subscribe you. Show me your channel. नाम क्या है भैया? Pere Shakir. शाकिर. And Pere? शाकिर अहमद. Yes. नाम सईद मोहम्मद. Sayyid Mohammed. Yeah. You from Kerala? ला मलप्पुरम. Oh, Malippuram. मलप्पुरम. You know Malippuram? This chicken tikka This is mutton. mutton. We have also chicken. कितना है one stick? 180. 180. Chicken 130. 10 o'clock. 10 o'clock. Closing? Closing 11:30. 11:30. Yeah. This is Kayam Chowk. I am so yeah. Barbecue street food में
Okay. Oh, chicken. Adivoli chicken. I know what Malayali. I will show you first chicken fish. Wow, Polly. കാശ്മീരിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട വസുവാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സൈഡിൽ മട്ടൺ, ഒരു സൈഡിൽ ചിക്കൻ ഉണ്ട്. അതിനെന്തൊക്കെയോ സ്പെഷ്യൽ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു റൈസാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റ് എന്ന് ട്രൈ ചെയ്തിരുന്നു. അടിപൊളിയാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് ഒരുപാട് കാശ്മീരിലെ മിക്ക സ്ട്രീറ്റുകളിലും ഈ വസുവാൻ ഡിഷ് അവൈലബിൾ ആണ്. ഈ കാശ്മീരി കല്യാണങ്ങളിലൊക്കെ മെയിൻ വിഭവമാണത്ര ഈ ഒരു വസുവാൻ. ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. നമ്മുടെ നാട്ടിൽ പൊറോട്ട, ബീഫ്, ബിരിയാണിയൊക്കെ പോലെ തന്നെ ഇവിടുത്തെ മെയിൻ വിഭവമാണിത്. അപ്പോൾ വസുവാൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ട്രീറ്റുകളിലും അതുപോലെ തന്നെ മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വസുവാൻ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന മലയാളമൊക്കെ ഇവന്മാർക്ക് അറിയാം കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവർക്ക് മലയാളം അറിയില്ല എന്ന്. പക്ഷേ ഇവർക്ക് അവർ പറയുന്ന ഭാഷ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന മലയാളം ഭാഷ അവർ നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വസുവാനിലേക്കുള്ള സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. വീട് എവിടെയാ? മലപ്പുറം. നാം ക്യാ ഹൈ ഭയ്യ? വസീം. ഞാൻ അവിടെ ജോലി കേരള. കേരളത്തിലെ എവിടെയാ? 7 വർഷമായി. സോറി, കോവളം ബീച്ച്. റിസോർട്ട് വിഴിഞ്ഞം. അപ്പോൾ ശ്രീനഗറിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് കയാം ചൗക്കിലുള്ള ടോക്ക് ആൻഡ് തിക്ക എന്ന് പറഞ്ഞുള്ള ഷോപ്പാണ്. ഈ ബിരിയാണി, വസുവാനി, തിക്ക സംഭവങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഷോപ്പാണ്. ഇവിടെ കാശ്മീരി ബിരിയാണിക്ക് ഇത് റെഡിയായി വെച്ചിരിക്കുകയാണ് കണ്ടോ. വസുവാന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കബാബ് സംഭവങ്ങളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. അടിപൊളിയാണ്. ഇത് ബിരിയാണി Kashmiri biryani. അങ്ങനെ നമ്മൾ വീണ്ടും കാശ്മീരിനോട് വിട പറയുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ കോട്ടേജ്. അപ്പോൾ നമുക്ക് 6:40 ഫ്ലൈറ്റ്. കുറച്ച് ഡിലേ ഉണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു 3 മണിക്ക് ഇറങ്ങി, ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി. ഇവിടെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ശ്രീനഗർ എയർപോർട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും കാശ്മീരിൽ നിന്ന് വിട പറയുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തു. 6:40 ഫ്ലൈറ്റ്. നമ്മൾ ശ്രീനഗർ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു ഓട്ടോ അല്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ശ്രീനഗർ എയർപോർട്ടിലേക്ക്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമുക്കിനി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ശ്രീനഗറിൽ നമ്മളൊരു ഓട്ടോ വിളിക്കാനുള്ള പ്ലാനിങ് ആണ്. 250 രൂപയാണ് എയർപോർട്ടിലേക്ക്. ശ്രീനഗർ എയർപോർട്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണാം കേട്ടോ. അപ്പോൾ ദാൽ ലേക്കിൻ്റെ അവിടെ ഒരാൾ ചൂണ്ടയിടുന്നുണ്ടോ. ഇതൊരു വൈകുന്നേര കാഴ്ചയാണ്. വൈകുന്നേരം ആയിട്ടില്ല, ഒരു ആഫ്റ്റർനൂൺ 3 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. 6:40 ഫ്ലൈറ്റ്. അപ്പോൾ അതേ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. 250 രൂപ പറഞ്ഞു ശ്രീനഗർ എയർപോർട്ടിലേക്ക്. ഇവിടുന്ന് അറൗണ്ട് ഒരു 12 കിലോമീറ്ററാണ് ദാൽ ലേക്കിൻ്റെ അവിടുന്ന് ശ്രീനഗർ എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ കാശ്മീരിനോട് ബൈ പറയുകയാണ്. ഇനി വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാശ്മീരിൽ വരണം. എന്തായാലും 2 തവണ കാശ്മീർ എക്സ്പ്ലോർ ചെയ്തിട്ടും ഒരു മടുപ്പ് ഫീൽ ചെയ്തില്ല കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ബ്യൂട്ടി പ്ലേസ് തന്നെയാണ് കാശ്മീർ. പ്രത്യേകിച്ച് നമ്മുടെ സോണമാർഗും ഗുൽമർഗും കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. പിന്നെ നമ്മുടെ ശ്രീനഗറിലെ ഫുഡും ഒരുപാട് മസ്ജിദുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഇത്തവണയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ശ്രീനഗർ എയർപോർട്ടിനകത്തോട്ട് ഈ ഓട്ടോ സംഭവങ്ങളൊന്നും പ്രവേശിക്കില്ല. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ ബഗ്ഗി എടുത്തിരിക്കുകയാണ് കേട്ടോ. ബഗ്ഗി എൻട്രൻസിൻ്റെ അവിടത്തേക്ക് അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബഗ്ഗിയിൽ ഇരുന്നുകൊണ്ട് കുറച്ച് സെൽഫി സംഭവങ്ങളൊക്കെ എടുത്താണ് കേട്ടോ അതിന്. അങ്ങനെ നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ശ്രീനഗർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി എയർപോർട്ടൊന്നല്ല കേട്ടോ. ഒരു സാധാ നമ്മളെ ലക്ഷദ്വീപിലൊക്കെ അഗത്തി എയർപോർട്ടൊക്കെ അല്ലേ, ഏകദേശം അതേപോലെ തോന്നിച്ചു. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇച്ചിരി സ്വല്പം സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്.
6:40-നാണ് ഫ്ലൈറ്റ്. നമുക്ക് 9 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ. നാളെ രാവിലെ ഒരു 7:30 മണിക്കാണ് നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തുക. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഗേറ്റ് നമ്പറിലെത്തി. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് വൈകുന്നേരത്തെ ഒരു 6:40 7 o'clock ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എത്തുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് അവിടെ 9 മണിക്കൂർ, അത് കഴിഞ്ഞ് അങ്ങനെ കൊച്ചിയിലെത്തുമ്പോൾ രാവിലെ 7:30 മണിയാവും. അങ്ങനെ ഇന്ന് രാത്രി മൊത്തം നമ്മുടെ കണ്ടകശേനിയാണ്. ഫുള്ള് ഫ്ലൈറ്റ് എയർപോർട്ട്. അങ്ങനെ നമ്മുടെ ടേക്ക് ഓഫ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ട് സൺസെറ്റ് കണ്ടുകൊണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അങ്ങനെ കാശ്മീർ എന്ന ആ ഒരു സ്വർഗത്തിലൂടെ, ആ ഒരു കാശ്മീരിൻ്റെ കുന്നിൻ്റെ മുകളിലൂടെ നമ്മളിത് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യട്ടോ. താഴത്തുള്ള സൺസെറ്റ് വ്യൂ ഒരു രക്ഷയില്ല. അമേസിങ് വ്യൂ ആണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, നമ്മൾ പോയിട്ടുള്ള സോനാമാർഗും ഗുൽമർഗും ഒക്കെയുള്ള ആ മഞ്ഞ് വീണ് കിടക്കുന്ന കാശ്മീർ താഴ്വരയുടെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക്. എന്തൊരു കാഴ്ചയാണെന്ന് അറിയുന്നത്. എനിക്ക് വിൻഡോ സീറ്റ് ആയതുകൊണ്ട് മനോഹരമായിട്ട് ഈ ഒരു സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ട് കാശ്മീർ താഴ്വരയിലെ മഞ്ഞ് വീണ് കിടക്കുന്ന താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ട് കണ്ടുകൊണ്ടൊരു യാത്ര ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു കാശ്മീർ ട്രിപ്പിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. സ്നോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ സ്നോ വീണ് കിടക്കുന്ന കാഴ്ച, അതും നമ്മൾ ഏറ്റവും ഉയരത്തിൽ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു സൺസെറ്റും കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര ലക്കായിട്ടുള്ളൊരു കാര്യം. വിൻഡോ സീറ്റാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല. വിൻഡോ സീറ്റാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോണൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഒരു സൺസെറ്റൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഒരു കിട്ടില്ല സൺസെറ്റ് വ്യൂ തന്നെ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതും ഫ്ലൈറ്റിൽ നിന്ന്. എന്തായാലും ഭയങ്കര എൻജോയബിൾ ആയിരുന്നു യാത്ര. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനത്തെ ബാംഗ്ലൂർ എയർപോർട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ഞാൻ ഫ്ലൈറ്റ് കയറിയതും ആ സൺസെറ്റൊക്കെ കണ്ട് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ബാംഗ്ലൂർ എത്തിയതും അറിഞ്ഞില്ല. അപ്പോൾ ബാംഗ്ലൂർ നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡിങ് കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു ബാംഗ്ലൂർ എയർപോർട്ടും കൂടെ നമുക്ക് ഇത്തവണത്തെ കാശ്മീർ ട്രിപ്പിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ലാൻഡ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഞാൻ സെക്കൻഡ് ടൈമാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വരുന്നത്. ഇതിന് മുൻപ് ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു 9 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒന്ന് ഫ്രഷപ്പ് ആവണം, വാഷ്റൂമിലൊക്കെ പോയി അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രഷപ്പായി. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഫുഡ് കോർട്ടിൽ നല്ലൊരു ഫുഡ് കഴിക്കുക. നല്ലൊരു ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വല്ല ഇഡ്ഡലിയോ മസാല ദോശയോ ടീ കോഫി വല്ല സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫുഡ് കോർട്ടിൽ മൊത്തം കറങ്ങി നല്ലൊരു സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ ആസിഫിൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ബാംഗ്ലൂർ ജോലിയാണ്. അപ്പോൾ പുള്ളി ബ്രദറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് കണ്ടോ സെൻട്രൽ ടിഫിൻ ബോക്സ് CTR ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ഷോപ്പാണ്. അവിടെ നല്ല ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ കിട്ടും കേട്ടോ, മസാല ദോശ കിട്ടും. അടിപൊളിയായിരുന്നു. കുറച്ച് കോസ്റ്റ്ലിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, എയർപോർട്ടിനകത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇഡ്ഡലി മസാല ദോശയൊക്കെ കഴിച്ചു, നല്ലപോലെ ഒന്ന് റിലാക്സ്ഡ് ആയി. പിന്നെ കുറച്ച് നേരമൊക്കെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നു. സമയം പോകണമല്ലോ, 9 മണിക്കൂർ കഴിച്ചു കൂട്ടിയത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ കൊച്ചിയിലെത്തും. അപ്പോൾ എന്തായാലും നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ഈ ഒരു സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. കാശ്മീർ ട്രിപ്പിൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗ്സ് എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കാണണം, അഭിപ്രായം അറിയിക്കണം. അടുത്ത യാത്രാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.